പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ക്രിസ്തുയേശുവിന്റെ മഹത്വം പ്രാപിക്കാൻ തക്കവണ്ണം നമ്മൾ കർത്താവിനോടുകൂടി ഒരുക്കമുള്ളവരായി തീരാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. എഫെസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 15 മുതലുള്ള വചനഭാഗത്ത് ദൈവിക ജ്ഞാനത്തിനുള്ള ഒരു പ്രാർത്ഥന നമ്മുടെ അകത്ത് വെളിപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. ഈ ഒരു പ്രാർത്ഥന നമുക്കുണ്ടെങ്കിലോ 19 മുതൽ 15 മുതലുള്ള വചനത്തിൽ അത് നിമിത്തം നിങ്ങൾക്ക് കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടുള്ള സ്നേഹത്തെയും കുറിച്ചുള്ളത് കേട്ടത് മുതൽ നിങ്ങൾക്ക് വേണ്ടി ഇടപെടാതെ സ്തോത്രം ചെയ്തുകൊണ്ട് എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഓർത്തുകൊണ്ടിരിക്കുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരേണ്ടതിന്. ഇവിടെ 2 കാര്യങ്ങളാണ് നമുക്ക് വേണ്ടി കർത്താവ് ഒരുക്കുന്നത്. ദൈവിക ജ്ഞാനത്താനുള്ള ഒരു പ്രാർത്ഥനയാണ്. ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെ ആത്മാവിനെ പ്രാപിക്കേണ്ടതിന് ജ്ഞാനവും വേണം, പരിജ്ഞാനവും വേണം. പരിജ്ഞാനവും ജ്ഞാനവും കൊണ്ട് നമ്മൾ നിറയണം. ദൈവിക കൃപയാൽ നിറയപ്പെടേണ്ടതിനാണ് ദൈവം നമ്മെ വിളിച്ചത്. പരിജ്ഞാനമില്ലായ്ക കൊണ്ട് എൻ്റെ ജനം വഴിതെറ്റിപ്പോകുന്നു എന്ന തിരുവെഴുത്ത് പറഞ്ഞത്. പരിജ്ഞാനമുണ്ടെങ്കിൽ എൻ്റെ ജനം നേർവഴിയിലേക്ക് കടന്നു വരും. പരിജ്ഞാനത്തിന്റെ പാതയിലേക്കാണ് നമ്മളെ ദൈവം കൊണ്ടുപോകുന്നത്. അത് പരിശുദ്ധാത്മാവിലൂടെയാണ് അത് നമ്മുടെ ഹൃദയത്തിലേക്ക് വെളിപ്പെട്ട് വരുന്നത്. എങ്ങനെ നടക്കണം, എങ്ങനെ പ്രാർത്ഥിക്കണം, എങ്ങനെ ആരാധിക്കണം, എങ്ങനെ ദൈവത്തെ സ്തുതിക്കണം, ഇതെല്ലാം നമുക്ക് പരിജ്ഞാനത്തിലൂടെയാണ് വെളിപ്പെട്ട് വരാൻ ഇടവരുന്നത്. റോമാലേഖനത്തിൽ 8:26 പറയുന്നു, വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നിങ്ങൾക്കറിയില്ല, എന്നാൽ അവാച്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ് നമുക്ക് വേണ്ടി ഞരക്കങ്ങളിലൂടെ എപ്പോഴും ആത്മാവിൽ പ്രാർത്ഥന വെളിപ്പെട്ടുകൊണ്ടിരിക്കും. എങ്ങനെ നിങ്ങൾ നടക്കേണ്ടതെന്ന് നിങ്ങൾക്കറിയില്ല. പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വന്നു കഴിയുമ്പോൾ ആത്മാവിലൂടെ നിങ്ങളെ നടത്തുവാൻ ഇടവരും. പരിശുദ്ധാത്മാവിനുള്ള ഒരു നടത്തിപ്പുണ്ടാകും. പ്രാർത്ഥിക്കുന്നത് പരിശുദ്ധാത്മാവിലൂടെ, നടത്തുന്നത് പരിശുദ്ധാത്മാവിലൂടെ, സുവിശേഷം പ്രസംഗിക്കുന്നത് പത്രോസിന്റെ ലേഖനത്തിൽ സ്വർഗത്തിന്റെ അരുളിപ്പാടാണ് നീ പ്രസംഗിക്കേണ്ടത്. അത് പരിശുദ്ധാത്മാവിലൂടെയാ, സ്വന്തത്തിൽ ബുദ്ധിയിലല്ല. ശുശ്രൂഷിക്കുന്നവനോ അവന്റെ ആത്മീയ പ്രാപ്തിക്കനുസരിച്ച് ശുശ്രൂഷ ചെയ്യട്ടെ എന്നാ പറഞ്ഞത്. ആരാധിക്കുന്നവനോ അന്യഭാഷയിൽ ആത്മാവിൽ ആരാധിക്കണം. ജ്ഞാനവും പരിജ്ഞാനവും ദർശന പ്രവചനത്തിലൂടെ, ദൈവത്തിന്റെ ആലോചനയിലൂടെ, രോഗശാന്തിയിലൂടെ, അത്ഭുത പ്രവൃത്തിയിലൂടെ, ഇതാ ദൈവം നമുക്ക് കൃപാവരങ്ങൾ തരുന്നത് ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിനാണ്. നമുക്ക് സ്വന്തം ഒരു മഹത്വം എടുക്കേണ്ടതല്ല. ദൈവം തന്ന കൃപാവരങ്ങൾ നീ ഉപയോഗിക്കണം. അവിശ്വാസിയെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരണം. പാപിയെ മാനസാന്തരത്തിന്റെ വഴിയിലേക്ക് എത്തിക്കണം. തകർന്നു കിടക്കുന്ന മനുഷ്യനെ അവിടുന്ന് എഴുന്നേൽപ്പിക്കണം. തകർച്ചയിൽ നിന്ന് തളർന്നു കിടക്കുന്നവനെ താങ്ങി അവനെ ബലപ്പെടുത്തണം. പരിജ്ഞാനത്തിലും ജ്ഞാനത്തിന്റെയും ആത്മാവിനെ തന്നത് അതിനുവേണ്ടിയാ ദൈവം. നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന ദൈവത്തിന്റെ മഹത്വത്തെ അനുഭവിച്ചു വേണം കടന്നു പോകാൻ. എന്തിനാ ഇത് കർത്താവ് പറഞ്ഞത്? നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് അവന്റെ വെളിയാലുള്ള ആശ ഇന്നതെന്ന് നിങ്ങൾ അറിയണം.
എന്നെ വിളിച്ചത് എന്തിനാണെന്ന് നമ്മൾ അറിയണം. ആ വിളിയിലേക്കല്ലേ നമ്മളെ അടുത്ത് കർത്താവ് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് പരിജ്ഞാനത്തിലുള്ള ഒരു ജീവിതം നമ്മുടെ അകത്ത് വെളിപ്പെടുമ്പോഴുള്ള സന്തോഷമുണ്ടല്ലോ, പറഞ്ഞറിയിക്കാൻ പറ്റിയല്ല. ആ ഒരു ആരാധനയുണ്ടല്ലോ, അതും പറഞ്ഞറിയിക്കാൻ പറ്റിയല്ല. ഒരു ജീവിതമുണ്ടല്ലോ, അതും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വിധത്തിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുപോകും. ദൈവത്തിന്റെ സമാധാനം എല്ലാ ദൈവമക്കളുടെ മേലും വെളിപ്പെടട്ടെ. ഈ മെസ്സേജ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി മാറട്ടെ. അഭിഷേകം മന്ന എന്ന സന്ദേശത്തിൽ നിങ്ങൾ എല്ലാവരും ദൈവകൃപയിൽ വളരട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.